ടേബിൾ ഓഫ് 6 എങ്ങനെ ഈസി മെത്തേഡ് ആദ്യം പറയണത് ശ്രദ്ധിക്കുക. എങ്ങനെ കാണിക്കണം നോക്കുക. 0 ആദ്യം 0 6 2 8 4 0 6 2 8 4 ഇതാണ് ഓർത്തേക്കേണ്ടത്. 0 6 2 8 4 കാരണം 6 പറയുമ്പോൾ വലുതാണ്, 2 ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഓർമ്മ വരാൻ 6 2 8 4 ഇനി എഴുതാം അല്ലേ. അപ്പോൾ 0 ആദ്യത്തെ 0 ഞാൻ ഇങ്ങനെ കാണിച്ചത്, കാരണം ആ 0 എഴുതാൻ പറ്റില്ല. 0 6 2 8 4 0 6 2 8 4 ലാസ്റ്റ് ഒരു 0 ഇടുക. ലാസ്റ്റ് 0 ഇടാൻ പറയാൻ കാരണം നമുക്കറിയാം അവസാനിക്കുന്നത് ടേബിൾ അവസാനിക്കുന്നത് 60ലാണ്, അതുകൊണ്ടാണ് ആ 0 ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയില്ലേ. ഇനി അടുത്തത് നമുക്ക് ഈ സൈഡിൽ എങ്ങനെയാണ്, ഈ സൈഡിൽ വരുന്നതിന് ശ്രദ്ധിക്കുക. 0 1 1 2 3 3 4 4 5 6 ഒന്നും കൂടി പറയാം. 0 1 1 2 3 3 4 4 5 6. സോ ഇതാണ് ഒരു ഈസി മെത്തേഡ്. ഇതിൻ്റെ അപ്പുറം നമുക്ക് പിന്നെ വിരലിൽ എണ്ണി ചെയ്യാൻ പറഞ്ഞാൽ കുട്ടികളത് കൗണ്ട് ചെയ്ത് വരുമ്പോൾ തെറ്റിക്കും. അപ്പോൾ എന്താ പറഞ്ഞത്? 0 1 1 2 3 3 4 4 5 6. അപ്പോൾ ഇത് ഇവിടെ നമ്മളിപ്പോൾ എഴുതിയത് 6ന്റെ ടേബിളാണ്. 1 6 6 2 6 12 3 6 18 4 6 നോക്കിയാൽ മനസ്സിലാവും. ക്ലിയർ? ഇനി അടുത്ത നമുക്ക് 7ന്റെ ടേബിൾ. അടുത്തത് 7ന്റെ ടേബിൾ നോക്കാം. 7ന്റെ ടേബിൾ ഈസിയാണ്. ബോക്സ് വരയ്ക്കുക ഇതേപോലെ, ഇതുപോലെ ബോക്സ് വരച്ചിട്ട് ഇവിടെ നിന്ന് 1 2 3 4 5 6 ഇങ്ങനെ 1 2 3 4 5 6 7 8 9 എഴുതിയിട്ട് ശ്രദ്ധിക്കുക. 0 1 2 2 3 4 4 5 6. ഇതിപ്പോൾ 7ന്റെ ടേബിളാണ്. 1 7 7 2 7 14 3 7 21. ഇത് 7ന്റെ ടേബിൾ. അടുത്തത് 8ന്റെ ടേബിൾ നോക്കാം. ടേബിൾ ഓഫ് 8 നമുക്ക് നോക്കാം. ഈവൻ നമ്പർ നമുക്ക് അറിയാം, അത് എഴുതാ താഴെ 0 2 4 6 8 0 2 4 6 8 എഴുതിയതിനു ശേഷം ഈ സൈഡിൽ 0 1 2 3 4 ഒരു പ്രാവശ്യം കൂടി 4 എഴുതും. 4 5 6 7 8. ടേബിൾ ഓഫ് 8 റെഡി. ഇനി ടേബിൾ ഓഫ് 9, അത് ഈസിയാണ്. ടേബിൾ ഓഫ് 9 0 സ്റ്റാർട്ട്. 0 1 2 3 4 5 6 7 8 9. 0 1 2 3 4 5 6 7 8 9. ടേബിൾ ഓഫ് 9 ആണ്. ഇനി ടേബിൾ ഓഫ് 9 കൈ കൊണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ടേബിൾ ഓഫ് 9 ചോദിക്കുമ്പോൾ 9 ഫിംഗർ പിടിക്കാം. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 6 9s ആണ് ചോദിച്ചത്. 6 9s ആണ്. അപ്പോൾ 6ന്റെ താഴെയുള്ള നമ്പർ 5 അല്ലേ. അപ്പോൾ 50 ബാക്കി 4 കണ്ടു. 54. ഒരെണ്ണം കൂടി പറയാം. 4 9s ആണ്. അപ്പോൾ 4 9 ഫിംഗേഴ്സ് പിടിക്കുക. 4 9s എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 4 അല്ലേ ചോദിച്ചത്. അപ്പോൾ 3 ഫിംഗേഴ്സ് മടക്കുക. അപ്പോൾ 36. താങ്ക് യു.